അതങ്ങ് എടുത്ത് പറഞ്ഞാ പോരെ. നേരായിട്ട് ഞാൻ മറുപടി പറഞ്ഞു മടുത്തു. ഹലോ, നമസ്കാരം, KSEB. ആ അതെ, ഇന്നലെ രാത്രി മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് മരം ഈ ലൈനിൻ്റെ മുകളിൽ പൊട്ടി വീണതാണ്. നേരൊക്കെ വേണ്ടി ആൾ പോയിട്ടുണ്ട് കേട്ടോ. ആ 12 മണിക്ക് കറണ്ട് വരും. എന്ത് ഉച്ചക്കാണോന്നോ? ആ അത് പറയാൻ പറ്റില്ല. ശരി, താങ്ക് യു. തല്ലിപ്പൊളിക്കും. ഹലോ, നമസ്കാരം, KSEB. അതെ, ഇന്നലെ കാറ്റും മഴയും കാരണേ മരം പൊട്ടി വീണതാണ് ലൈനിൻ്റെ മുകളിലൂടെ. നേരെക്കാൻ ആൾ പോയിട്ടുണ്ട്. ആ 12 മണിക്ക് കറണ്ട് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം, KSEB. അതെ, ഇന്നലെ കാറ്റും മഴയിലും മരം വീണ് ലൈൻ പോയതാണ്. നന്നാക്കാൻ ആൾ വിട്ടിട്ടുണ്ട്. 12 മണിക്ക് വരും കേട്ടോ. ശരി. ഹലോ, നമസ്കാരം, KSEB. ഇന്നലെ കാറ്റും മഴയും കാരണം മരം വീണ് കറണ്ട് പോയതാണ്. ശരിയാക്കാൻ ആൾ പോയിട്ടുണ്ട്. 12 മണിക്കൊക്കെ ഓക്കെ. ഓക്കെ, ശരി സാർ. ഓക്കെ. ഇത് എന്തൊരു കഷ്ടപ്പാടാണ് ദൈവമേ. അതെ, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഒന്നും ചവിടും കേൾക്കുമല്ലോ. അത് മാറ്റിയാ അല്ലാതെ എന്താ ചെയ്യാന്ന്? ആളുകൾക്ക് ബോധമില്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുക. ഇനി ഇവിടെ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം അവർക്കറിയാൻ പാടില്ല. ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക എപ്പോൾ വരും ഒന്നും പറഞ്ഞു. ഞാനാണ് ദൈവത്തിനെ വിളിക്കാനൊന്നും വന്ന് കിട്ടിയാൽ മതിയല്ല. ഇതിപ്പോ ഇവരോട് സമാധാനം പറയുമ്പോൾ ആൾ നിൽക്കണോ, നേരാക്കാൻ ആൾ പോകണം. പക്ഷെ മര്യാദയോട് പറയരുതട്ടോ ആരോടും. മര്യാദക്കെ പറയാൻ പാടുള്ളൂ. അതല്ലേ പറയും. ഇനിയിപ്പോൾ ആരും വിളിക്കൂല. സാറേ, ഇപ്പൊ ബില്ലടിക്കാനുള്ള ആൾ വരുമോ സാറേ? ഇപ്പൊ ആളില്ല അവിടെ. ഇല്ലെന്ന് തോന്നുന്നു. വന്നു കാണും. ഈ പെണ്ണുപിള്ള എന്താ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? എന്തേന്നാ ഫോൺ താഴെ 3 ദിവസമായി ഞാൻ നിങ്ങളെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ ഓരോ ദിവസം അവധി പറയാം. എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, വേറെ കുറെ ആളുകളുടെ വീടുകളിൽ കറണ്ട് ഇല്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ സുഖിച്ചിങ്ങനെ ഇരിക്കുക? സുഖിച്ചിരിക്കുന്നല്ല, ഞങ്ങളുടെ ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ കണ്ടോണ്ടല്ലേ ഈ നിങ്ങൾ ബില്ല് കൊണ്ടുവരുമ്പോ ഞങ്ങൾ അടച്ചില്ലെങ്കിലേ നിങ്ങൾ വന്ന് കട്ട് ചെയ്യാൻ എത്ര പെട്ടെന്നാ വരുന്നത്? അത് നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് ചേച്ചി ഒന്ന് പോവും. ആകെ തലവേദന പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ. നിങ്ങളെക്കാട്ട് തലവേദന ഉണ്ട്. ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉള്ളതാ. അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാന്ന് നിങ്ങൾ പറഞ്ഞേ? നിങ്ങളിങ്ങനെ ശമ്പളം മേടിച്ച് സൂചിച്ചിരിക്കുവല്ലേ ജോലി ചെയ്യാതെ? ചേച്ചി, ഒരു മരം വീണതാണ് ഇന്നലെ കാറ്റത്ത്. അത് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നന്നാക്കി ഈ കണക്കിനാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് കറണ്ട് കിട്ടിയിരിക്കണം. കറണ്ട് വരുമെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ഇലക്ട്രിസിറ്റി അല്ലേ, കറണ്ട് അല്ലേ? അതിനൊക്കെ അനുസരിച്ച് നേരെ കൊണ്ട് വരികയാണ്. കളിക്കാൻ ഞാൻ ആരാണ്? നിങ്ങൾ KSEB ഓഫീസിൽ വന്നിട്ട് ഉണ്ടാക്കണം എന്തിനാണ്? നിങ്ങൾ മര്യാദക്ക് സംസാരിക്കണേട്ടാ. നിങ്ങൾ ബില്ല് അടക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുപോകുന്ന കൈയോട് സംസാരിക്കല്ലേ? കൈയോട് ആരാണ് വിളിക്കുന്നത്? പോട്ടെ, കളിക്കണ്. ഞാൻ പോരെ. അടിച്ചാ നീ അവളാ? ഒന്നോടുത്ത് നല്ല അടി കിട്ടേണ്ട ജാതിയാണ് ഇവളൊക്കെ. എന്തൊരു വർത്താനമാണ് ഇവള്. ഏതാ മുരളിയാണ് അത്? ആക്കറിയാം. ഞങ്ങളെയും തള്ളിക്കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിങ്ങളൊന്ന് കൊടുത്തത് കാര്യമായി. എന്തായാലും മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കണ്ടേ? അങ്ങോട്ടൊന്നും പറയണ മനസ്സിലാവണില്ല. അത്തോയിക്കോ. വേറെ ആളുകൾ വരും. പോയിക്കോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു അന്യ പെണ്ണിനെ നീ കൈനീട്ടി അടിച്ചത് ശരിയായില്ല. എൻ്റെ അമ്മാവ, ഞാൻ ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ കൈനീട്ടി തല്ലിയിട്ടുണ്ടാ? ഇതങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അടിച്ചു പോയതാണ്. അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നീ മനസ്സിലാക്കിയോ? എടാ, ആ പെണ്ണ് കേസ് കൊടുത്താൽ നിന്റെ ജോലി പോകുന്നു. ഇനി ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ ജോലി പോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടേ ആൾക്കാർ നെട്ടോട്ടം ഓടുക. എൻ്റെ അമ്മാവ, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് തല്ലിയതല്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അവള്. പിന്നെ മുഖത്ത് ചൂണ്ടിയിട്ട് അങ്ങനെ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ദേഷ്യം വന്ന്? നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്.
അവരുടെ പല കാര്യങ്ങളും നിന്നോട് വന്ന് പറയും. പലരും ദേഷ്യപ്പെടുന്നത് കേൾക്കേണ്ടി വരും, ചിലർ അഭിനന്ദിക്കുന്നത് കേൾക്കേണ്ടി വരും. പറ്റാത്തത് തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിപ്പോരണം. ആ സമയത്ത് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. ഇത് ആ നേരത്തെ അതിനൊന്നും പറ്റിയ അവസ്ഥയായിരുന്നില്ലാന്ന്. അതെന്താ പറഞ്ഞ അമ്മാവന് മനസ്സിലാവാത്തത്? നിനക്കിപ്പോഴും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ലേ? എടാ, സ്ത്രീകളുടെ നേർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഏത് പ്രമുഖനായും നെട്ടോട്ടം കിടന്ന് ഓടേണ്ടി വരും. വനിതാ കമ്മീഷനിലെ കേസാ കൊടുത്താലത്തെ അവസ്ഥ നീ അറിഞ്ഞോ? നീ ജമന്തിയുടെ കാര്യം ഓർത്തുവോ? ജമന്തിക്ക് എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ജോലി പോയി അകത്ത് പോയി അവളെന്തിക്കോടാ? ഇതിലിപ്പോൾ അങ്ങനെ ജയിലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അതവിടെ കണ്ടുവന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചു നോക്കിയ കാര്യം മനസ്സിലാവില്ലേ? നീ ന്യായം നിയമമൊക്കെ പറഞ്ഞിരുന്നോ? എൻ്റെ പ്രായത്തിൻ്റെ തിളപ്പാ അത്. ഈ ചെറുപ്രായത്തിൽ അതൊക്കെ തോന്നും. കുറച്ച് വയസ്സാകുമ്പോഴേ അറിയുള്ളൂ ഓരോന്ന് ചെയ്തു കുട്ടീൻ്റെ പാവങ്ങൾ അനുഭവിക്കുമ്പോൾ. എന്തായാലും എന്തൊക്കെ സംഭവിക്കാണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ക്ലീറ്റസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ എവിടേക്ക്? അവളുടെ വീട്ടിലേക്ക് ചെന്ന് കാലിൽ വിടാൻ. എൻ്റെ പൊന്നമ്മാവ, ഇനി അത് കുളവാക്കാനുള്ള പരിപാടിയാണോ? എന്തിനു കൊളാക്കണേ? ഇത് എന്തിനാ ക്ലീറ്റസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിങ്ങൾ? എടാ, എന്തെങ്കിലും പറഞ്ഞിട്ട് ആ പെണ്ണിനൊന്ന് സമാധാനപ്പെടുത്തി അവൾ കേസൊന്നും ഒഴിവാവും. അങ്ങനെ ചെയ്യണ്ടേ? അകത്ത് പോയി കിടക്കണോ? നന്നാവും. ക്ലീറ്റസ് അവിടെ പോയി കഴിഞ്ഞാൽ സംഗതി നന്നാവും. അവൻ പോയ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവൻ നീ ചെയ്ത പോലെ തെണ്ടിത്തരൊന്നും ചെയ്യില്ല. അവൻ ഇന്ന് വരെ ഒരു പെണ്ണിന് കൈ നീട്ടി അടിച്ചിട്ടില്ല. അവൻ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടി കൊണ്ടാലും അത് തുടച്ചിട്ടേ പോരുള്ളൂ. പക്ഷെ അവനെ പോലെ അവൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ നിന്റെ ഉദ്ദേശം? നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ തല്ലാനേ നീ ഒരെണ്ണത്തിനെ കെട്ട് വീട്ടിൽ കൊണ്ടിരുത്തിക്കല, അതിനെ തല്ലിയ പോരാടാ. ക്ലീറ്റസ്, നീ ആവശ്യമില്ലാതെ സംസാരിക്കല്ല കേട്ടാ. നിനക്ക് കാര്യങ്ങൾ അറിഞ്ഞൂടാ. അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പറയരുത്. എടാ, എന്താ ഈ പോയ കാര്യം അത് പറയും. നീ കണ്ടാ? അവരെന്തായാലും കേസിനൊന്നും പോകുന്നില്ല. ഇല്ല, അവർക്ക് പരാതിയില്ല. അതാണായി. ഇപ്പൊ കണ്ട, ഇപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. തെറ്റ അവരെ വാദം അവർക്ക് മനസ്സിലായി. ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ എല്ലാവരും കൂടെ എന്നെ എങ്ങനെ പറഞ്ഞ് പിരികേറ്റാൻ നിൽക്കണ്ട. എന്ത് കാര്യത്തിനാണ്? ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ അവിടെ പ്രശ്നം നിന്നോട് ആരാ പറഞ്ഞ? ഇപ്പൊ നീ പറഞ്ഞില്ലേ, അവരിപ്പൊ നീനല്ലേ എന്നോട് പറഞ്ഞ പ്രശ്നമില്ലാന്ന്. അതെ, അവർ കേസിനും വഴക്കിനൊന്നും പോകുന്നില്ല. ഇത് കോടതിയിലിട്ട് അങ്ങനെ ചുറ്റിക്കാൻ അവർക്ക് താല്പര്യമല്ല. ഈ കേസിന്റെ വിധി അവർ തന്നെ തീർപ്പാക്കിക്കൊള്ളാം. എങ്ങനെ അവരെങ്ങനെ വിധി തീർപ്പാക്കും? പകരത്തിന് പകരം, പകരത്തിന് പകരം അടിക്കടി. അടിക്കേ ഇവനെ? ആ, ആരെ അവരെന്നെ അടിക്കുമെന്നോ? നിന്നെ അടിക്കും. KCB ഓഫീസിൽ കയറി നിന്റെ കാലിന് അടിച്ചൊടിച്ചോളെന്ന് പറഞ്ഞേക്കണം ആ പെണ്ണുമ്പിള്ള എന്നോട്. അവരെ കെട്ടിയൻ ബോംബെയിൽ തിരിച്ചിട്ടുണ്ട്. അതെ. ഇനിയിപ്പോ അയാളുടെയും കാല് പിടിക്കേണ്ടി വരുമോ? അയാളെ കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ എതിർ പാർട്ടിയുടെ പഴയ ഒരു പ്രവർത്തകനാ. പണ്ട് കുറെ കേസിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ് അവൻ ബോംബെയിലോട്ട് പോയത്. ഇപ്പൊ പ്രശ്നം രൂക്ഷമാവും. കനക, ഇതിപ്പോ അവളെ തല്ലിയ വൈരാഗ്യം മാത്രമല്ല, എതിർ പാർട്ടിയിലുള്ള ഒരുത്തന്റെ അളിയനും കൂടിയല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അയാൾ എന്തെങ്കിലും ചെയ്യും. അല്ല, അതിന് അവര് എന്നെ അടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ എന്നെ അടിക്കാൻ പറ്റുമോ? നീ അല്ലേ അവന്റെ ഭാര്യ അടിച്ചത്? അതെ, നീ കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിന്നൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഫാസിലിനോട് വിളിച്ചു പറയാം. തൽക്കാലം ഇപ്പം ഇത് ചേച്ചിയും ജമന്തിയും തങ്കൊന്നും അറിയണ്ട. നമ്മളിനി എത്ര ശ്രദ്ധിച്ചാലും അടിക്കാവുള്ളവൻ വന്ന് അടിച്ചിട്ട് തന്നെ പോവുകയാ. അമ്മ വല്ലതും കഴിച്ചായിരുന്നു? ഇല്ല, ഒന്നും നല്ല ഗോതമ്പ് കഞ്ഞിയുണ്ട്. വാ വാ വാ, ചൂടാറിനും കൂടി. പിന്നെ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇത് എന്നോടത്ത് വെച്ച് കാണാമെന്ന് നമുക്ക് നേരിടാം. എന്ത് പേരിനടുത്ത് വെച്ച് കാണാൻ? അവരെല്ലാരും കൂടെ വന്നിട്ട് എൻ്റെ കാല് മുട്ടുകാല് തല്ലി ഓടിച്ചിട്ട് അത് കാണാന്നാ? അതൊക്കെ ഒരു ആവേശത്തിന് പറയണല്ലേ എന്ന് വെച്ച് അങ്ങനെ ആയിട്ട് ചെയ്യോ? എന്തൊക്കെയാലും നീ അതൊന്ന് ചെയ്തത് ശരിയായില്ല. അത്ര ആവേശം കാണിക്കണ്ടായിരുന്നു. എന്ത് ഞാൻ തല്ലിയത് ശരിയായില്ല എന്നാ? കനക തല്ലിയെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഡ്യൂട്ടി സമയത്താണ്, ഓഫീസിലാണ്. എടാമ്പോൾ സംസാരിച്ച നീ കേട്ടതല്ലേ? അല്ലേ? അത് ഞാനല്ല, നീയാണെങ്കിൽ തല്ലി പോകുന്നല്ലേ നീ അപ്പം പറഞ്ഞ എന്നോട്. പിന്നെ ഇപ്പോൾ വാക്ക് മാറണം എന്താണ്? അതല്ല, കാര്യങ്ങൾ ഇത്രയും ഗൗരവമായതുകൊണ്ട് ഞാൻ പറയണേ. നമുക്കൊരു വീണ്ടും വിചാരം ഉണ്ടാക്കി കുഴപ്പമില്ലല്ലോ ആ കാര്യത്തിൽ. ഇപ്പം എന്ന് വെച്ചാൽ അവളുടെ കെട്ടിയാൻ ബോംബെന്ന് വന്നിട്ടുണ്ട്. അയാൾ ഏത് നിമിഷം കൂടെ കയറി വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ സമാധാനത്തോടെ ഇരിക്കും. ഒന്നാമത്തെ ബോംബെയിലുള്ള മുഴുവൻ ആളുകളും ഗുണ്ടകളായിരിക്കുള്ളൂ. ഇത് ആരാവി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതാ പറയണ. ഇപ്പോൾ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നോക്കാം. നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്ത് അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഹലോ, കനകനാ? എവിടെന്നാ? ബോംബെന്നാ? ഇല്ല, കനകനില്ല. കുറച്ച് ദിവസത്തേക്ക് ഇല്ല.
ആ പറയാ ഒരു മാസം കഴിഞ്ഞിട്ടാ ആ ശരി. ഇതാ രമേഷ് ചേട്ടനായിരുന്നു. നിനക്ക് പൈസ തരാനുണ്ടാ? ആ പുള്ളി ഇന്ന് പോണേണ്. അപ്പൊ ഇന്നുണ്ടെങ്കിൽ തരായിരുന്നു. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോളാം നിനക്ക്. ഞാൻ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു പോയില്ലേ? അപ്പൊ അതും പോയി. നല്ല കാലം. അനതാ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ കേട്ടാ, വേറെ ആരുമില്ല ഇവിടെ? വേറെ ആരുമില്ല. നേരത്തെ 2 പേരുണ്ടായി. ഇപ്പൊ ഒരാൾ പുറത്താണ്. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ഫാസിൽ. ഞാൻ മുസ്ലിമാണ്. ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് ഇതുവരെ. അത് ശരി. ഏയ് ഇല്ലേ? ഏയില്ല. എന്തേ? എനിക്കൊരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനാണ്. അതിന് ഒന്നുമില്ല ഇവിടെ. ഉച്ച കഴിഞ്ഞിട്ട് വാ. ഉച്ച കഴിഞ്ഞിട്ടോ? ആ ഉച്ച കഴിഞ്ഞിട്ട് വാ. ഏയില്ല. അതിന് മുന്നേ പറ്റത്തില്ലേ? ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അവളോടല്ലേ പറഞ്ഞത്. അപ്പൊ അതിന് ഉച്ചക്ക് എൻ്റെ അനിയനെ പറഞ്ഞു വെച്ചാൽ മതിയോ? അനിയനെ ഒന്നും പറഞ്ഞു വെച്ചാൽ പറ്റൂല. നിങ്ങൾ തന്നെ വന്ന. വേറെ ആളെ പറഞ്ഞു വിട്ടിട്ട് വേണം പേടിച്ച് ആവാൻ. ചെല്ലി അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടോ. ശരി. ആ കനക ബോംബെക്കാരനാ? അതൊരു മണഗുണാഞ്ചനാണ്. അറ്റസ്റ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളുടെ വാ. അറ്റസ്റ്റ് ചെയ്യാമെന്നാണ്? ആ വെറുതെ പേടിക്കണം. ആരെങ്കിലും കാണുമ്പോൾ നീ പേടിച്ചോടണം എന്തിനാണ്? അപ്പൊ നീ എടാ പൊട്ടാ പറഞ്ഞ എന്നോട് കയറി അകത്ത് പോന്നു. എടാ ആ തെണ്ടിയുടെ ലുക്ക് കണ്ടപ്പോൾ എൻ്റെയും വയറ്റിൽ നിന്ന് പോയി. അതുകൊണ്ട് പറഞ്ഞാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത് യാതൊരു പിടിയും കിട്ടില്ല ഫാസിലെ. അതെ, ഞാൻ ഇന്നലെ ആ ജുനൈസ് വക്കീലിനെ കണ്ട്. ഞാൻ നിൻ്റെ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അവർ കേസിന് പോകുകയാണെങ്കിൽ, സ്ത്രീ പീഡനം പറഞ്ഞ് പോകുകയാണെങ്കിൽ ഒരു 10-20 കൊല്ലെങ്കിലും അകത്ത് കിടക്കുമെന്നാണ് പറഞ്ഞത്. എന്തിനു ഒരു തല്ല് തല്ലിയനോ? ആ ഒരു തല്ലിന്നല്ല കോടതി പറയണ. നീ അവരെ കയറി പിടിക്കാൻ ശ്രമിച്ച് അവരെ മർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ബലപ്പെടുത്തും. പിന്നെ ഊരി പോരാൻ പറ്റൂല. അതെന്താ ഊരി പോരാൻ പറ്റില്ല? അതൊരുമാതിരി തെണ്ടിത്തരല്ലേ? ആ നീ ഈ മേശപ്പുറത്തിരുന്ന് പറയണ പോലെ അല്ല. അവിടെ വക്കീലുമാർ തമ്മിൽ വാദിക്കും. അവസാനം നീ പ്രതിയാണെന്നങ്ങാടെ അവർ വിധിച്ചു കഴിഞ്ഞാൽ ആരോട് പറയാനാണ്? കാര്യം കൈവിട്ടു പോയൊക്കെയാണ്. നമ്മളൊന്നാമത്തെ പെണ്ണുങ്ങളോട് കയറി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ തല്ലാനോ നിൽക്കരുത്. അത് നീ ചെയ്ത തെറ്റ് തന്നെയാണ്. ഞാൻ ഈ ജോലി രാജിവെക്കുകയാണ്. അല്ലെങ്കിൽ ആ മൂന്നാറിൽ പോവാം, മത്തായിയുടെ റിസോർട്ടിൽ. എടാ മണ്ട, നീ ജോലിയൊന്നും രാജിവെക്കണ്ട. നീ ഒരു പണിയേ ഏയിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ലീവ് മേടിച്ചിട്ട് ഒരാഴ്ചത്തൊക്കെ ആ മത്തായി സാറിൻ്റെ അവിടെ പോയി നിൽക്ക്. അപ്പോഴേക്കും കാര്യമൊക്കെ ഒന്ന് നമുക്കിവിടെ ചർച്ച ചെയ്ത് കോംപ്രമൈസും ആക്കി ക്ലിയർ ചെയ്യാന്ന്. ഞാൻ പഠിച്ച പാട് പറഞ്ഞാണ് ആ അമ്മാവനോടും ക്ലീറ്റസിനോടും ഞാൻ ഓഫീസിൽ പോകണില്ല, ഒരു 10 ദിവസം മാറി നിൽക്കാന്ന്. അപ്പൊ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറ്റം ചെയ്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഓഫീസിൽ പോകുന്ന പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ്. അവർക്ക് നിർബന്ധിക്കുക. നീ ഇപ്പൊ വരണ വഴി നിന്റെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ട് മുട്ടുകാലി തല്ലി ഓടിച്ചാലാ എന്ത് ചെയ്യും? അത് തന്നെ പറയണ. ഒരാഴ്ച നീ മാറി നിൽക്ക്. ഇപ്പൊ നീ ഇവിടെ ഇരിക്കണത് എനിക്കും കൂടി ദോഷമാണ്. വന്നവര് നമ്മളെ 2 പേരെയും കൂടിയിട്ട് ചവിട്ടി കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയണ നീ ഒന്ന് മാറി നിൽക്ക്. നീ ഏയ് അകത്തുണ്ട് ചെന്ന് പറ. അപ്പൊ ഏയ് പുറത്തു പോയി എന്ന് പറഞ്ഞല്ലേ നീ? അത് അവന്റെ കാര്യത്തിന് വന്നപ്പോ അല്ലേ. അവനകത്തോട്ട് കയറ്റി വിടണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞാണ്. ഏയ് അകത്തിരിപ്പുണ്ട്, നീ ചെല്ലി. ഇവിടെ ചെന്ന് പറയടാ. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്താ കാര്യം? നിങ്ങളുടെ നടപ്പ് വേണ്ട തോന്നുന്നു ആരാണ്ട് തൂക്കിക്കൊല്ലാൻ പോവാന്ന്. അല്ല അത് വേണം ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടേ. എടി നീ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? മറ്റുള്ളവരും കുറ്റപ്പെടുത്തുന്ന കൂട്ടത്തിൽ നീയും എന്നെ കുറ്റപ്പെടുത്താണോ? പിന്നല്ലാതെ എന്താ വേണ്ട ഏട്ടാ? ഏട്ടൻ ഈ വീട്ടിൽ കിടന്ന് കാണിക്കണ പോലെ കണ്ടെടുത്ത് എന്ന് കാണിച്ച പിന്നെ എങ്ങനെ ശരിയാവണേ? എടി ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, അതൊരു അബദ്ധത്തിന് അങ്ങനെ പറ്റിപ്പോയി. ഇപ്പൊ അബദ്ധമല്ലേ പറ്റുള്ളൂ. ആരെങ്കിലും നിങ്ങളോട് കാര്യം തിരക്കിയോ? ഇല്ലല്ലോ. കാര്യം തിരക്കിയോ? ഏട്ടൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നോട് കണ്ട ആരെങ്കിലും വേണ്ട നമ്മുടെ ക്ലീറ്റോ ചേട്ടൻ എൻ്റെ നേരെ ഒന്ന് കൈ പൊക്കിയാൽ നിങ്ങൾ സമ്മതിക്കോ? അതെ, സംഗതി ആകെ വിഷയമായിട്ടുണ്ട്. ആ പെണ്ണിന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ കയ്യും കാര്യം തല്ലിപിടിക്കണം പറയണത്. അവിടെ ഭർത്താവ് ഇതാ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണേ ഏട്ടൻ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണാനുള്ളൂ. നീ ഒരു 2 ദിവസത്തിന് ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കും. 2 ദിവസത്തേക്ക് ഞാൻ എങ്ങോട്ട് പോവാൻ? നീ നിന്റെ വീട്ടിൽ പൊക്കോ. ആഴ്ചക്ക് പോകുന്നില്ലേ? ഏട്ടാ ഞാൻ ഏട്ടനെ ഒറ്റക്കിട്ടിട്ട് പോവില്ല. എടി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നേ.
അങ്ങേര് വരണ സമയത്ത് ഇവിടെ വീട്ടിൽ പെണ്ണുങ്ങളാരും വേണ്ട, അതാ പറയുന്നത്. ദേ നിങ്ങളെ ഒറ്റക്കിട്ടിട്ട് ഞാൻ പോകുന്നില്ല. നീ തൽക്കാലം ഒന്നും അങ്ങോട്ട് മാറ് എൻ്റെ ജമന്തി. ആഴ്ചയിൽ പോണതല്ലേ, നിനക്ക് 2 ദിവസം അവിടെ പോയി നിന്നാൽ എന്താ കുഴപ്പം? അവിടെ പോയി നിക്കണോണ്ടല്ല കുഴപ്പം, പിന്നെന്താ? നിങ്ങളിവിടെ ഒറ്റക്കിട്ടിട്ട് പോകാൻ ശരിയാവില്ലോ. എടി അയാൾ വരുമ്പോ അയാളുടെ കണ്ണ് പെടാതെ ഞാൻ 2 ദിവസം അങ്ങോട്ടും മാറണം, അത്രല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാന്ന്. നീ ഒന്നും പറയണ്ട, നടക്ക്, ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്ത് തരാം. ഏട്ടാ ശരിയാവില്ല ഏട്ടാ. നീ വാ, നടക്ക്. വേണ്ട ഇവിടെ പോവാന്നല്ലേ. ആരാണ്? താടി വെച്ചോർത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, അവൻ എവിടെ പോയി? അവൻ പോയി കാസർഗോഡേക്ക് പോയി. കാസർഗോഡ് പോയാ? ട്രാൻസ്ഫർ ആയി. 3 ദിവസം കൂടെ ഇല്ലായിരുന്നു? ഇന്നലെയല്ല ട്രാൻസ്ഫർ ആയത്, ഇന്നലെ പോയി എല്ലാവരും പോയായിരുന്നു. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കുടുംബവും ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഇല്ല, എല്ലാം വിറ്റ് പോയല്ല. ഇനി അവിടെ ഇരിക്കും കുറേ കാലം, ഇവിടെ ഇല്ല, ആരുമില്ല. നിന്റെ പേരെന്താടാ? എൻ്റെ ഒരു ഫാസിൽ എം എ എന്ന് പറഞ്ഞ ഇൻഷല്ലാണ്. ഞാൻ അവനെ കണ്ടോളാം. ആ കനക, നീ എവിടെയാണ്? ഇവിടെ പണി പാളിന്നാന്നിട്ടാ തോന്നണ. ആ ബോംബെക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടായി. ഏത് നിമിഷവും നിന്റെ വീട്ടിലെത്തും. നീ ഒരു പണിയേ, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, ഞാൻ ദേ അവിടെ എത്തി. എങ്ങാടെങ്കിലും പോയിക്കോ. ആ ശരി. നിങ്ങൾ വാന്ന്, അതൊക്കെ ആരെങ്കിലും അടച്ചോളും. വേഗം കേറ്, കേറ് ഇരുന്നാ. ബോംബെക്കാരൻ. നീയാണോ കനകൻ? ആണോ അല്ലയോ? ആണ്. നീ എന്റെ ഭാര്യയെ തല്ലിയോ? തല്ലിയോ ഇല്ലയോ? തല്ലി. സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ എൻ്റെ വീട്ടുകാരെയൊക്കെ വല്ലാതെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. ഞാൻ സാറിൻ്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. നന്ദിയുണ്ട് സാറേ, വളരെ നന്ദിയുണ്ട്. എന്തിന്? എൻ്റെ ഭാര്യയ്ക്കിട്ട് നല്ല 2 തല്ല് കൊടുത്തതിന്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതാണ് സാറ് ചെയ്തത്. സാറിൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയ പിന്നെ അവള് നന്നായി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല സാറേ. സാറിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. ശരി സാറേ. അതെ സാറേ, ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, സഹായിക്കണം. എന്താണ് പറഞ്ഞത്? Alien versus Alien.